Thank you all. Good Thank you, night. sir. Over to Dr. P. Shaila to moderate the Malayalam session. താങ്ക് യു ഡോക്ടർ ധനേഷ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബിനാറിന്റെ 2153 ദിവസമാണ് ഇന്ന്. ഇന്നത്തെ മലയാളം വിഭാഗത്തിൽ നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് ഡോക്ടർ ആർ സുജാത ആണ്. ഡോക്ടർ നേരത്തെ നമുക്ക് പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. ഡോക്ടറുടെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ സുജാത ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. ഡോക്ടർ ധാരാളം പ്ലാറ്റ്ഫോമുകളിൽ ക്ലാസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. 35 വർഷത്തിലധികം ചികിത്സാ അനുഭവം ഡോക്ടർക്കുണ്ട്. ഇന്ന് ഡോക്ടർ നമുക്ക് എടുക്കുന്ന വിഷയം ഗർഭാശയ മുഴകളും ഹോമിയോപ്പതിയും എന്നുള്ള വിഷയത്തിലാണ് ഡോക്ടർ നമുക്ക് ക്ലാസ് എടുക്കുന്നത്. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ സുജാതയെ വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോട് കൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നന്ദി. ഡോക്ടറെ, ക്ലാസ് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഒഡിബിൾ ആണല്ലോ? ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്. തുടങ്ങാം. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. എന്നെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിച്ചതിന് ഇതിന്റെ ഓരോരുത്തർക്കും ഞാൻ ഭാരവാഹികളോട് നന്ദി പറയുകയാണ്. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഫൈബ്രോയിഡ് അഥവാ ഗർഭാശയ മുഴകൾ. ഈ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈസ് ദ കോമണസ്റ്റ് ബിനൈൻ സോളിഡ് ട്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. ബിനൈൻ ആണ്, സോളിഡ് ട്യൂമേഴ്സ് ആണ്. സാധാരണ ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് മെയിൻലി നമുക്ക് കുറച്ച് അതിന്റെ ബേസിക്സ് പറഞ്ഞാൽ നമുക്ക് മെഡിസിൻസ് അതിലേക്ക് എൻ്റെ ഒരു ഇതിൽ സെലക്ട് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. സ്മൂത്ത് മസിൽസ് ആൻഡ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ് മിക്കവാറും ഇറ്റ് ഈസ് കമ്പോസ്ഡ്. ഇതിനെ അതർവൈസ് നമുക്ക് മയോമ, അതിന്റെ അക്കോർഡിംഗ് ടു ദി യൂട്രോമയോമ എല്ലാം സെയിം ആണ്. 20% ഓഫ് വിമൻ അത്രയൊക്കെ നമുക്ക് കണ്ടിരുന്നുള്ളൂ. കുറച്ചൊരു റേഞ്ച് പ്രശ്നം തോന്നുന്നു ഡോക്ടറെ. ചിലപ്പോ ക്ലിയർ ആവുന്നില്ല. അങ്ങനെയല്ല, ഇപ്പോ ചിലക്കണോ ഓൺ ചെയ്തിടാം. 1 സെക്കൻഡ്. എന്തായാലും ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണോ? ആദ്യം മുതലേ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒന്നും കേട്ടില്ല. ഓക്കെ മാഡം. അറിയാമോ മാഡം? എനിക്ക് ഒച്ച മനസ്സിലായി. നമസ്കാരം മാഡം, നമസ്കാരം. ഈ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് മുഴ നമുക്കറിയാം, ഗർഭാശയ മുഴകൾ. പക്ഷേ ദേ ആർ ദി ബിനൈൻ സോളിഡ് ട്യൂമേഴ്സ് എന്നാണ് പറയുന്നത്. കോമണസ്റ്റ് ബിനൈൻ സോളിഡ് ട്യൂമേഴ്സ്. അപ്പോൾ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ്, ഇപ്പോൾ ഓഡിബിൾ അല്ലേ മാഡം? അതെ. സ്മൂത്ത് മസിൽസ് ആൻഡ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ. മെയിനായിട്ട് സ്മൂത്ത് മസിൽസും അതിൻ്റെ ഒരു ഏരിയ ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഇപ്പൊ നമുക്കറിയാം ഫൈബ്രോയിഡ്സ്, അതിനെ നമുക്ക് സ്കാൻ റിപ്പോർട്ട് വരുമ്പോ ചിലപ്പോ യൂട്രൈൻ ലിയോമയോമ, ഫൈബ്രോമയോമ, മയോമാസ് എന്നൊക്കെ നമുക്ക് അതിന്റെ പെത്തോളജി അനുസരിച്ച് നമുക്കത് എഴുതാറുണ്ട്. ഇതില് ഏകദേശം ഒരു ഇൻസിഡൻസ് 20% ഓഫ് വിമൻ അറ്റ് ദി ഏജ് ഓഫ് 30 എന്നാണ് നമുക്ക് ഇതുവരെ നമുക്ക് ഇൻസിഡൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 20% അല്ല, അതിലും കുറച്ചും കൂടെ റേസ്ഡ് ആയിട്ടുണ്ട്. സ്പീഡില്ലല്ലോ മാഡം? ഇല്ല. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു ഇത് വന്നപ്പോൾ അതിൽ സ്പീഡായി പോയി.
ഒരു 50% ഫൈബ്രോയിഡും അസിംറ്റമാറ്റിക് ആയിരിക്കും. പേഷ്യൻ്റ് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ലാതെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന കേസുകളായിട്ട് ഒരുപാട് കാണാറുണ്ട്. എന്നായാലും ഇതിൻ്റെ ഹയസ്റ്റ് റേഞ്ച് 35 to 45 ഇയേഴ്സ് ആണ്. എങ്കിൽ തന്നെയും ആഫ്റ്റർ 30 ആണ് അതിൻ്റെ മെയിനായിട്ട്. ഇപ്പോൾ നമുക്ക് അങ്ങനെ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോളിക്കോ അങ്ങനെ എന്തെങ്കിലും പേഷ്യൻ്റ് കോളിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും മെൻസ്ട്രൽ പ്രശ്നങ്ങൾ, പിന്നെ അതിൽ കൂടുതലും കാണാറുള്ളത് ഡിസ്മെനോറിയ ആയിട്ട് കേസ് വരുമ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഫൈബ്രോയിഡ്സ് കാണാറുണ്ട്. ഫൈബ്രോയിഡ്സ് അറിയാം, അതിൻ്റെ കൂടെ തന്നെ എൻഡോമെട്രിയോസിസും ഒക്കെ ജോയിൻ ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മളിപ്പോൾ വളരെ ചെറിയ അഡോളസെൻ്റ് ഏജിൽ പോലും നമ്മൾ ചിലപ്പോൾ ഡിസ്മെനോറിയ വന്നാൽ നമ്മൾ എത്തിയോളജി എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിൽസ് ആണ്. മയോമെട്രിയത്തിലെ സ്മൂത്ത് മസിൽസ് ആണ്. എത്തിയോളജി അൺക്ലിയർ ആണ്, കൃത്യമായിട്ടൊരു എത്തിയോളജി ഇല്ല. എങ്കിലും അതിൻ്റെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് മയോമെട്രിയത്തിലെ സ്മൂത്ത് മസിൽസ് ആണ്. അതുപോലെ ഫൈബ്രോയിഡ് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ്, പോളിപെപ്റ്റൈഡ് ഗ്രോത്ത് ഫാക്ടർ അതിൻ്റെ റോള്, അതായത് EGF IGF എന്നൊക്കെ പറയും, അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എങ്കിലും നമ്മൾ അതിലെ ഗ്രോത്ത് ഫാക്ടേഴ്സ് പറയുമ്പോൾ നമുക്കതിൽ ഒരു പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോസിറ്റീവ് ഫാമിലി ഹിസ്റ്ററി മിക്കവാറും കേസുകളിൽ നമ്മൾ കാണാറുണ്ട്. ഈ പോളിപെപ്റ്റൈഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും ഒരു ഫോർ ദി ടൈം ബീയിങ് നമ്മൾ അങ്ങനെ ഒരു ഹൈപ്പോത്തസിസ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു കാര്യം ഷുവറാണ്, ഒരിക്കലും ബിഫോർ മെനാർക്കി ഡോക്ടറെ, സുജാത ഡോക്ടറെ, ആ ഡോർ നേരത്തെ തുറന്നു വെച്ചപ്പോ ഡു നോട്ട് ഒക്കർ കാണാറില്ല. സുജാത ഡോക്ടറെ, നേരത്തെ ആ ഡോർ തുറന്നു വെച്ചിരുന്നപ്പോ കുറച്ചുകൂടെ റേഞ്ച് ആണല്ലേ? കിട്ടിയിരുന്നു. ആ സോറി ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ആ, ക്ലിയർ ഇപ്പൊ ആയോ clear മാഡം? ഓക്കെ ഞാൻ അതാ ഡോർ തുറന്നു വെച്ചത്. ആ ക്ലിയർ ആയി ഓക്കെ. ഫ്രീക്വൻ്റ്ലി എപ്പോഴും നമുക്ക് ഡു നോട്ട് ഒക്കർ മെനാർക്കയ്ക്ക് മുമ്പ് ഉണ്ടാവാറില്ല. പക്ഷേ ആഫ്റ്റർ 30 ഇയേഴ്സ് ഇപ്പം മിക്കവാറും കേസിൽ ഈ മെനപ്പോസ് ടൈമിൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ യൂട്രസ് ചുരുങ്ങി കാണില്ല, ഷ്രിങ്ക് ചെയ്ത് കാണില്ല. ചിലപ്പോൾ ആ ടൈമിൽ ചെറിയ ഫൈബ്രോയിഡൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം. ശരിക്കും മെനപ്പോസ് ടൈമിൽ ഇത് ചുരുങ്ങി പോകണം, പക്ഷേ ചില കേസിലൊന്നും ചുരുങ്ങില്ല. അതിൻ്റെ ഗ്രോത്ത് അതുപോലെ തന്നെ കുറേശ്ശെ കണ്ടിന്യൂ ചെയ്തു പോകും. ഇഷ്ടംപോലെ കേസ് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസ് ചിലപ്പോൾ എൻഡോമെട്രിയൽ തിക്നെസ് സ്കാൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിംഗ് ആയിട്ട് ഇങ്ങനത്തെ കേസിൽ വരാം. ഇപ്പം നമ്മളൊരു 55 ഇയേഴ്സ് ഒക്കെ ആവുമ്പോൾ സാധാരണഗതിക്ക് യൂട്രസും അതിൻ്റെ എട്രോഫി, അതിലേക്ക് ഓവറീസ് ഒക്കെ എട്രോഫി, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അതിൻ്റെ ഫങ്ഷനൊക്കെ തീരുമ്പോൾ അങ്ങനെ ആകേണ്ടതാണ്. എന്നിട്ട് ഇങ്ങനത്തെ ഫൈബ്രോയിഡ് ചിലപ്പോൾ അവിടെ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് ഒരു 70 ഇയേഴ്സ്, ആ ടൈമിൽ 60 ഇയേഴ്സ് ഒക്കെ നമുക്കറിയാം, ആഫ്റ്റർ 60 ഒക്കെ ഈ സ്പോട്ടിംഗ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമുക്ക് എന്തായാലും കൂടുതൽ ശ്രദ്ധിച്ച് നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടതാണ്. ചിലപ്പോൾ പേഷ്യൻസ് എപ്പോഴും അങ്ങനെയാണ്, ഒരു സ്പോട്ടൊക്കെ കണ്ട് അവർ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മളത് എന്തായാലും 99% കേസും PMBയിൽ നമ്മൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ അത് പ്രോബ്ലമാണ്, മിക്കവാറും CA ആയിരിക്കും. ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് മെയിനായിട്ട് വരുന്നത് നമുക്കറിയാം,
നള്ളിപ്പാരിറ്റി നള്ളിപ്പാരിറ്റി കുട്ടികളില്ലാത്ത കേസ്, അതുപോലെ ഒബേസിറ്റി അതെ ഫൈബ്രോയിഡ് ഉണ്ടാക്കും. അതുപോലെ ഹൈപ്പർ ഈസ്ട്രജനിക് സ്റ്റേറ്റ്, ഈസ്ട്രജന്റെ അളവ് കൂടുതലായിട്ട് അങ്ങനത്തെ കേസ് നമ്മൾ ഈ ഫൈബ്രോയിഡ് കൂടുതൽ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഈ നള്ളിപ്പാരസ്വിമൻ നമുക്കറിയാം ഒരു മെയിൻ കോസാണ്. ഇപ്പോൾ എന്തെങ്കിലും ഉദാഹരണമായിട്ട് സൈക്കിയാട്രി പേഷ്യൻസ്, അതുപോലെ കല്യാണം കഴിയാത്ത പേഷ്യൻസ്, നമ്മൾ അവരെയൊക്കെ ആഫ്റ്റർ 35 എല്ലാ ഇയറിലും നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തായാലും അവർക്ക് ഫൈബ്രോയിഡ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത ഒരു 80% ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ കാണുന്നത് ലോങ് പീരീഡ്സ് ഓഫ് സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി. ഫസ്റ്റ് ബേബി ഉണ്ടായി, പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റിൽ പോകുന്ന കേസ്, അത് വളരെ ലേറ്റ് ആയിട്ടുള്ള അടുത്ത പ്രഗ്നൻസി, അങ്ങനത്തെ കേസിൽ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഗ്യാപ്പ് കൂടിയ അങ്ങനത്തെ കേസിലും ഫൈബ്രോയിഡ് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഏർലി മാരേജ്, അതുപോലെ ഫ്രീക്വൻറ്റ് ചൈൽഡ് ബർത്ത്സ്, ഇങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. ഇതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിലേറ്റഡ് ടു ടൈപ്പ് ആൻഡ് സൈസ് ഓഫ് ദ ട്യൂമർ. ചിലപ്പോൾ വളരെ സിമ്പിളായിരിക്കും, മില്ലിമീറ്റർ സൈസൊക്കെ ഉണ്ടാവുള്ളൂ. അത് അങ്ങനെ ഗ്രാജുവലായിട്ട് മെനപ്പോസ് ആകുമ്പോൾ ഈസ്ട്രജൻ്റെ ഫങ്ഷൻ എല്ലാം കുറയുമ്പോൾ അത് ഗ്രാജുവലി ഒരു പ്രശ്നമില്ലാണ്ട് അത് റിസോൾവ് ചെയ്തു പോകും. പക്ഷേ ഇതിൽ നമുക്കറിയാം 3 വെറൈറ്റി മെയിനായിട്ട് ഇൻട്രാമ്യൂറൽ ഉണ്ട്, സബ്മ്യൂക്കസ് ഉണ്ട്, സബ്സീറസ് ഉണ്ട്. ഇതിൽ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് വളരെ ചെറുതാണെങ്കിലും ചിലപ്പോൾ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോർ സിംറ്റംസ് ദാൻ എ ബിഗ് സബ്സീറസ് ഓർ ഇൻട്രാമ്യൂറൽ വൺ. അപ്പം നമുക്ക് കൂടുതൽ കെയർ കൊടുക്കേണ്ടത് സബ്മ്യൂക്കസ് ആണ്. മേ ബി നമുക്കറിയാം ഈ മെനറേജിയ വരാം ഡ്യൂ ടു സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്, മെട്രേജിയ വരാം അങ്ങനെ. അതുപോലെ തന്നെ ഈ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മളതിൻ്റെ കറക്റ്റായിട്ട് നമ്മൾ ഒരു 3 months കൂടുമ്പോൾ, സിംറ്റംസ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എവറി 3 to 4 months നമ്മൾ USG ചെയ്യണം. അല്ല സിംറ്റംസ് വലിയ പ്രശ്നമില്ല, സബ്സീറസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എവരി 6 months ഇയർലിയോ ചെയ്താൽ മതി. പക്ഷേ സബ്മ്യൂക്കസ് ആണെങ്കിൽ നമുക്ക് അൾസറേഷന് ചാൻസ് കൂടുതലാണ്. അതുപോലെ എൻഡോമെട്രിയൽ കാഴ്സിനോമയ്ക്കും ചാൻസ് കൂടുതലാണ്. അതുപോലെ ചെറിയ പോളിപ്സ് കാണാം. ഇപ്പം നമ്മൾ നമ്മുടെ മെഡിസിൻ തൂജയൊക്കെ കൊടുത്താൽ പോളിപ്സ് കംപ്ലീറ്റ് പോകും. എങ്കിലും നമ്മൾ ഇയർലി നമ്മളതൊന്ന് വാച്ച് ചെയ്തിരിക്കണം. അതിലെ ഈ പോളിപ്പിലെ വെസൽസ് ഒക്കെ ടോൺ ആവും, അതായത് ബ്ലഡ് വെസൽസ് ടോണായി അവിടെ അൾസറേഷന് ചാൻസ് ഉണ്ട്. അത് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ആകുമ്പോഴാണ് അത് കൂടുതൽ പ്രോബ്ലമാറ്റിക് ആവുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്കറിയാം ചിലപ്പോൾ മൾട്ടിപ്പിൾ സ്കാൻ റിപ്പോർട്ടിൽ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ്, ചിലത് ഗ്രോ ഫാസ്റ്റർ. എന്തായാലും ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് ഐ തിങ്ക് ഒരു 3 to 4 years. ഒരു നല്ല വലിപ്പം വയ്ക്കാൻ നമുക്കൊരു 4 to 5 years ഒക്കെ വേണം. അങ്ങനെയുള്ള കേസുകളുണ്ട്. പക്ഷേ ഇതിന് റാപ്പിഡ് ഗ്രോത്ത് ഉണ്ട്. റാപ്പിഡ് ഗ്രോത്ത് എപ്പോഴാണ്? ഡ്യൂറിങ് പ്രഗ്നൻസി റാപ്പിഡ് ഗ്രോത്ത് ആയിരിക്കും. അതുപോലെ ഒന്നുകിൽ ഡീജനറേഷൻ ഇനി എന്തെങ്കിലും മെലിഗ്നൻ ചേഞ്ച് ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്കറിയാം സാർക്കോമാറ്റസ് ട്യൂമേഴ്സ് ഒക്കെ പെട്ടെന്ന് നോക്കിയിരിക്കലേ ഒരു തണ്ണിമത്തൻ്റെ സൈസൊക്കെയോ അത്ര പെട്ടെന്ന് റാപ്പിഡ് ഗ്രോത്ത് വരുന്ന കേസുണ്ട്. പ്രഗ്നൻസിയിലും ഇത് വളരെയധികം പെട്ടെന്ന് വലിപ്പം വയ്ക്കും. ഇതിൽ നമ്മൾ പറഞ്ഞു ഈ ഏറ്റവും സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ആണ് ഏറ്റവും പ്രോബ്ലം എന്ന് പറയുന്നു. അപ്പോൾ ഈ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് തന്നെ, ഇൻട്രാമ്യൂറൽ സിമ്പിൾ
ഫൈബ്രോയിഡ്സ്. അതായത് ഇത് യൂട്രസിൻ്റെ അകത്തോ പുറത്തോ ആയിട്ട് ഒരു 70% ഒക്കെ ഒരു സെയിം പൊസിഷൻ തന്നെ കീപ്പ് ചെയ്യുള്ളൂ. ഇപ്പോൾ സർവൈക്കൽ ഫൈബ്രോയിഡ്സ് വരാം. സർവൈക്കൽ ഫൈബ്രോയിഡ്സ് റെയർ ആണ്, എന്നാലും ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നില്ല. പക്ഷേ ഈ ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് തന്നെ യൂട്രൈൻ ക്യാവിറ്റിക്കകത്തേക്ക് പുഷ് ചെയ്തിട്ട് ലൈയിങ് അണ്ടർനീത്ത് ദി എൻഡോമെട്രിയം, അങ്ങനെ അത് സബ്മ്യൂക്കസ് ആവാം. അപ്പം നമുക്ക് സ്കാൻ റിപ്പോർട്ടിൽ നമ്മൾ കാണും ഇറഗുലർ ഫൈബ്രോയിഡ്സ് ഡിസ്റ്റോർട്ടിങ് ദ ക്യാവിറ്റി, അങ്ങനെയൊക്കെ നമുക്ക് കാണാം. അതേസമയം ചില പെഡങ്കുലേറ്റഡ് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് ത്രൂ സർവിക്സ് പുറത്തേക്കും വരാം. അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ സർവിക്സിൽ കൂടെ ഔട്ട്വേർഡ് എക്സ്റ്റൻഷൻ പെഡങ്കുലേറ്റഡ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്കത് ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്. അൾസറേഷൻ ഉണ്ടാവാം, മെട്രേജിയ അങ്ങനെയൊക്കെ വരാം. അതേസമയം ഈ സബ്സീറസ് ഫൈബ്രോയിഡ്സ് ഒക്കെ സാധാരണ ഉള്ള ഫൈബ്രോയിഡ്സ് ആണ്. അത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളായിട്ട് അണ്ടർനീത്ത് ദി എൻഡോമെട്രിയം അല്ല, എൻഡോമെട്രിയത്തിൻ്റെ അടിയിലല്ല. ദാറ്റ് ഈസ് പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി കവേർഡ് ബൈ സംടൈംസ് ഇറ്റ് പുഷ് ടുവേർഡ്സ് ദി പെരിറ്റോണിയൽ ക്യാവിറ്റി. പെരിറ്റോണിയൽ ക്യാവിറ്റിയുടെ അവിടേക്ക് പോകുന്നത് അത് പെരിറ്റോണിയം ഒരു പാർഷ്യലിയോ കവർ ചെയ്യും അല്ലെങ്കിൽ ഫുള്ളായിട്ടോ കവർ ചെയ്യും. അത് കംപ്ലീറ്റ്ലി കവർ ചെയ്യുമ്പോഴാണ് അതിനൊരു തണ്ട് പോലെ വന്നിട്ട് പെഡിക്കിള് പോലെ വന്നിട്ട് പെഡങ്കുലേറ്റഡ് ആകുന്നത്. പക്ഷെ ഇതൊക്കെ നമുക്ക് മെഡിസിനിൽ തന്നെ ഒരു അത് നമുക്ക് പിന്നീട് പറയാം, ഒരു ഇത്ര സൈസ് വരെ നമുക്ക് മെഡിസിനിലെല്ലാം പോകാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ ഈ പെഡിക്കിള് ടോണായി പോയാൽ മാത്രം അവിടെ വേറൊരു ഇൻഫെക്ഷന് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് മെസൻട്രിയിലേക്ക് കടന്നിട്ട് അഡീഷൻ ഉണ്ടാക്കി ഈ നറിഷ്മെന്റ് നമ്മുടെ ബ്ലഡ് സപ്ലൈ എന്നുള്ള നറിഷ്മെന്റ് ഒക്കെ എടുത്ത് അത് വീണ്ടും ഒരു ചെറിയ ഫൈബ്രോയിഡ് ആയിട്ട് ഒരു പാരാസിറ്റിക് ഫൈബ്രോയിഡ് ആയിട്ട് വരണ കേസുകളുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് തന്നെയാണ്, സബ്മ്യൂക്കസ് തന്നെയാണ്. ഇതിൻ്റെ ഇപ്പം നമുക്ക് ഈ പല സൈസ് ഉണ്ടാവും നമുക്കറിയാം. ഡ്യൂ ടു ഫൈബ്രോയിഡ്സ് യൂട്രസ് മേ ബി എൻലാർജ്ഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് അങ്ങനെയൊക്കെ നമുക്ക് വരും. പക്ഷേ ഇതിൻ്റെ ഒരു കട്ട് സർഫസ് നോക്കുകയാണെങ്കിൽ അത് സ്മൂത്ത് ആയിരിക്കും, വൈറ്റിഷ് ആയിരിക്കും. ചിലപ്പോൾ ഒരു വേൾഡ് അപ്പിയറൻസ് ഉണ്ടാവും. ചിലപ്പോൾ ട്രാബിക്കുലേഷനും വരാം. ഈ ട്രാബിക്കുലേഷൻ അതിൽ വരുമ്പോൾ അത് ഫൈബ്രസ് ടിഷ്യൂസ് ആൻഡ് മസിൽ ബണ്ടിൽസ് ടുഗദർ വന്നിട്ട് ഒരു നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്ത് അതിൻ്റെ കട്ട് സർഫസിൽ അങ്ങനെയും കാണാം. ഇങ്ങനെ വരുമ്പോൾ ഒരു ഈ ട്രാബിക്കുലേഷൻ നെറ്റ്വർക്ക് പോലെ കൂടുതലായിട്ട് വരുമ്പോൾ ഒരു ക്യാപ്സ്യൂള് പോലെ വന്നിട്ട് നമ്മൾ റിപ്പോർട്ടിൽ കാണും കംപ്രസിങ് ദി മയോമെട്രിയം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മോർ വാസ്കുലാർ ആവും. വാസ്കുലാർ ആയാൽ നമുക്കറിയാം അതിൻ്റെ ഗ്രോത്ത് റേറ്റ് ഒക്കെ കൂടും. അങ്ങനെയാണ് ഇതിൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്. ഈ സെന്റർ വളരെ കുറച്ച് വാസ്കുലാരിറ്റി ഉണ്ടാവുള്ളൂ, പെരിഫറെ മോർ വാസ്കുലാർ ആയിരിക്കും. അങ്ങനെ അതിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് പെട്ടെന്ന് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാകും ഡീജനറേഷൻ നമുക്കറിയാം. ഹൈലിൻ ഡീജനറേഷൻ ഉണ്ട്, ലിക്വിഫാക്ഷൻ പോലെയായി സിസ്റ്റിക് ഡീജനറേഷൻ ഉണ്ട്. പിന്നെ ഫാറ്റി ഡീജനറേഷൻ മിക്കവാറും വരുന്നത് ഈ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ്. അത് ആഫ്റ്റർ മെനപ്പോസ് ആണ് കൂടുതലും വരിക. പിന്നെ കാൽഷ്യം ഡെപ്പോസിറ്റ് വരാം, കാൽഷ്യം കാർബ് ഫോസ്ഫറസ് കാൽഷ്യം ഫോസ്ഫേറ്റ് അതൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇതൊരു കാൽസിഫൈഡ് മാസ് ആവുമ്പോഴാണ് നമ്മളതിനെ വേറൊരു പേര് വിളിക്കും വൂം സ്റ്റോൺ, WOMB വൂം സ്റ്റോൺ. അതുപോലെ നമുക്ക് അറിയാം പ്രഗ്നൻസിയിൽ ഇത് വളരെ കൂടുതലാവും. പെട്ടെന്ന് അതിൻ്റെ ഗ്രോത്ത് കൂടും. പിന്നെ ഇതിന് നമുക്ക് നോർമലായി എക്സാം പറയുകയാണെങ്കിൽ അത് എന്തായാലും ഒരു റോ ബീഫിൻ്റെ അപ്പിയറൻസ് ആയിരിക്കുന്നതാണ്. ചില കേസിൽ ഈ സിസ്റ്റിക് സ്പേസസും ഡീജനറേഷനും വരുമ്പോൾ
ഇതിനൊരു ഫിഷി ഓർഡറും വരും. ഇത്രയാണ് ഇതിൻ്റെ പാത്തോളജിക്കൽ ചേഞ്ചസ്. അതിൽ നമുക്കറിയാം മെനപ്പോസിൽ ഈസ്ട്രജൻ ലോസ് ആവുന്നതുകൊണ്ട് ട്യൂമർ സൈസ് കൂടാം, അതുപോലെ തന്നെ നെക്രോസിസ് വരാം. ഈ ഡെലിവറിയിലൊക്കെ ഫൈബ്രോയിഡ് ഉള്ള കേസിൽ ഇൻഫെക്ഷൻ വരാം. പിന്നെ സാർക്കോമാറ്റസ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തണ്ണിമത്തൻ പോലെയൊക്കെ അത്ര വലിയ സൈസായിരിക്കും. പിന്നെ സിംറ്റംസ് ആയിട്ട് വരുന്നത് വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമുക്കറിയാം ആഫ്റ്റർ മെനപ്പോസ് ആ ഏജിലാണെങ്കിൽ PMB പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിങ് വരാം, അതുപോലെ സഡൻ എൻലാർജ്മെന്റും വരാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ യൂട്രസും വലിപ്പം വയ്ക്കും. ഈ യൂട്രസ് എന്തുകൊണ്ടാണ് വലിപ്പം വെക്കുന്നത്? യൂട്രസിന്റെ മയോമെട്രിയം ഹൈപ്പർപ്ലേസിയ അതെന്തുകൊണ്ട് വരുന്നു? ഈസ്ട്രജൻ കൂടുതലാകുമ്പോൾ യൂട്രസിന് നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ കൂടുതൽ യൂട്രസ് വർക്ക് ചെയ്തിട്ട് ഫൈബ്രോയിഡിനെ എക്സ്പെൽ ചെയ്യാനായിട്ടുള്ള ഒരു വർക്ക് ഹൈപ്പർട്രോഫി വരും. അങ്ങനെ വരുമ്പോൾ യൂട്രസ് മൊത്തം ഹൈപ്പർപ്ലേസിയ. പിന്നെ ഈസ്ട്രജൻ കൂടുതലും ഒരു കാരണം. പിന്നെ എൻഡോമെട്രിയം നമുക്കറിയാം ഒരു അനോവുലേറ്ററി ഫേസ് വരാം, ഹൈപ്പർപ്ലേസിയ വരാം, ഇൻഫെക്ഷൻ വരാം. എൻഡോമെട്രിയത്തിനെ ബാധിക്കുന്നത് ട്യൂബിനെ ബാധിക്കുമ്പോൾ ഫൈബ്രോയിഡ് റിക്കറന്റ് ട്യൂബൽ ഇൻഫെക്ഷൻസ് ചാൻസ് ഉണ്ട്. ഈസ്ട്രജൻ ഹൈപ്പർ ഈസ്ട്രജനിസം വരുന്നത് കൊണ്ട് ഓവറീസിൽ എപ്പോഴും മൾട്ടിപ്പിൾ സിസ്റ്റ് കാണാം. പിന്നെ വളരെ വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ നമുക്ക് യൂറിറ്റർ വരെ ഡിസ്പ്ലേസ്ഡ് ആവാം. അത് പ്രധാനമായിട്ട് ഇൻ ബ്രോഡ് ലിഗമെന്റ് ഫൈബ്രോയിഡ്സിലാണ് നമ്മൾ അങ്ങനെ കാണുന്നത്. പിന്നെ അതിൻ്റെ കംപ്രഷൻ ഇഫക്റ്റ് കൊണ്ട് യൂറിറ്ററിൽ പ്രസ് ചെയ്ത് നമുക്കറിയാം ഹൈഡ്രോ യൂറിറ്റർ, ഹൈഡ്രോനെഫ്രോസിസ് അങ്ങനെ വരാം. പിന്നെ എൻഡോമെട്രിയത്തിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് എൻഡോമെട്രിയോസിസ്, ചോക്ലേറ്റ് സിസ്റ്റ്, എഡിനോമയോസിസ് ഇതൊക്കെ തന്നെ ഇതിന് അസോസിയേറ്റ് ചെയ്ത് വരാം. ഇതിൻ്റെ അസോസിയേറ്റഡ് പാത്തോളജി പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു സിംറ്റംസ് റിലേറ്റഡ് ടു സൈസ് ആൻഡ് ടൈപ്പ് ഓഫ് ദ ട്യൂമർ. പിന്നെ ഇതിൽ വരുന്ന സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മെയിനായിട്ട് മിക്കവാറും പേഷ്യൻസ് കൺജസ്റ്റീവ് ഡിസ്മെനോറിയ മേ ബി കൺജസ്റ്റീവ് ഓർ സ്പാസ്മോഡിക്. പിന്നെ ഇതിൽ എൻഡോമെട്രിയൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എൻഡോമെട്രിയോസ് വരാം. പിന്നെ പോളിപ്സ്, സർവൈക്കൽ പോളിപ്പ് അല്ലാതെ തന്നെ പോളിപ്സ് ഇഷ്ടം പോലെ കേസിൽ കാണാറുണ്ട്. പിന്നെ പേഷ്യൻറ്റിൻ്റെ അടുത്ത സിംറ്റം ആയിരിക്കും ഡിസ്പെരുണിയ, അതുപോലെ അടുത്ത കോസ് ഇൻഫെർട്ടിലിറ്റി. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ സിംറ്റംസ്, ഹൈഡ്രോ യൂറിറ്റർ അങ്ങനെയൊക്കെ വരാം. പിന്നെ ഫൈബ്രോയിഡ് ഉള്ള കേസിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇൻഫെർട്ടിലിറ്റിയിൽ നമുക്ക് നല്ല ഡിഫിക്കൽട്ടാണ്. ഒന്ന് മിസ്കാരേജസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രീ ടേം ലേബർ ഉണ്ടാവാം. പിന്നെ നോർമലി നമുക്കറിയാം ലോ ബാക്ക് ഏക്ക് വരാം, ലോവർ അബ്ഡോമിനൽ പെയിൻ വരാം. ഇതൊക്കെയാണ് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യാറുള്ള സിംറ്റംസ്. ഇനി പ്രഗ്നൻസി കേസിൽ ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷനും ചാൻസ് ഉണ്ട്. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കേസ് പറയട്ടെ. നമ്മൾ ഒരു 10 yearsആയി ഇൻഫെർട്ടിലിറ്റി, പ്രൈമറി ഇൻഫെർട്ടിലിറ്റി. അങ്ങനെ മെഡിസിനെ കൊടുത്തു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ കൊടുത്തത് ഫൈബ്രോയിഡ് ഉണ്ട്, ഡിസ്പെരുണിയ സിംറ്റംസ് ഒക്കെ ഉണ്ട്. പേഷ്യൻ്റ് ടിപ്പിക്കൽ സ്റ്റാഫിസാഗ്രി ആയിരുന്നു. അപ്പോൾ സ്റ്റാഫിസാഗ്രിയ ഹയർ പൊട്ടൻസി കൊടുത്തു. അതിനെ യൂട്രസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അലട്രിസ് ടിഞ്ചർ കൊടുത്തു. അങ്ങനെ കുറച്ച് ട്രീറ്റ്മെൻറ്റിന് ശേഷം ആ കേസ് അധികം മെഡിസിനൊന്നും കൊടുക്കേണ്ടി വന്നില്ല. പ്രഗ്നൻ്റായിപ്പോൾ ഈസ്ട്രജൻ കൂടുതലാണല്ലോ. 3 ഫൈബ്രോയിഡ് ആയിരുന്നു ആ കേസിൽ, യൂട്രസിനകത്ത് ബേബി. അങ്ങനെ നമ്മൾ അറിയുന്ന ഒരു DGOക്കാണ് കേസ് റെഫർ ചെയ്തത്.
അപ്പോൾ മാഡം പറഞ്ഞു, ഓ 2-3 ഫൈബ്രോയിഡ് ഉള്ളത്, ഈ ബേബി എന്താവോ. അപ്പോൾ നമ്മൾ വെറുതെ നമ്മൾ കാര്യമായിട്ട് മാഡത്തിനോട് പറഞ്ഞു, കുഴപ്പമില്ല മാഡം, നമുക്ക് നമ്മുടെ മെഡിസിൻ കൊടുക്കാം. അങ്ങനെ തൂജ തന്നെ റിപ്പീറ്റ് ചെയ്തു, ഹയർ പൊട്ടൻസി കൊടുത്തു. സ്റ്റാഫിസാഗരി പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തില്ല. നമ്മുടെ ഫ്രാക്സിനസ് ടിഞ്ചർ ആ പീരീഡ് മൊത്തം കൊടുത്തു. 10 drops TDS ആയിട്ട് കൊടുത്തു. ഈ 4 ഫൈബ്രോയിഡും 3 to 4 ഫൈബ്രോയിഡ്സ് ആണ് എൻ്റെ ഓർമ്മ. 3 to 4 ഫൈബ്രോയിഡ്സും ഒരു പ്രശ്നമില്ലാതെ അവിടെ ഇരുന്നു. ഏകദേശം ഒരെണ്ണം ഒരു 3 to 4 സെൻറ്റിമീറ്റർ സൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ കൺട്രോളായി പോയി. ബേബി ഒരു പ്രശ്നമില്ലാണ്ട് ഡെലിവറിയും കഴിഞ്ഞു. അത് അറ്റ് ദി സെയിം ടൈം അത് ഷ്രിങ്ക് ചെയ്തില്ല, പക്ഷെ എങ്കിലും പ്രോബ്ലമാറ്റിക് അല്ലാതെ പോയി. പക്ഷെ നല്ല റിസ്ക് ആണ് കേട്ടോ. എങ്കിലും ഈശ്വരൻ സഹായിച്ച് അത് പ്രശ്നമില്ലാണ്ട് തന്നെ ഡെലിവറി നടന്നു. നമ്മുടെ ഫ്രാക്സിനസും നമ്മുടെ തൂജയും എല്ലാം കൂടെ. അപ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഫൈബ്രോയിഡ് ഉള്ള കേസിൽ നന്നായി ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് മെഡിസിൻ കൊടുത്താലും ഇതുപോലെ കുഴപ്പമില്ലാണ്ടൊക്കെ പോവും. എവരി 2 months കൂടുമ്പോൾ USG ഒക്കെ ചെയ്യേണ്ടി വരും. ഇതിൽ ഫൈബ്രോയിഡ്, ഇൻഫെർട്ടിലിറ്റി ആൻഡ് പ്രഗ്നൻസി റിലേറ്റഡ് പ്രോബ്ലംസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു കാര്യം IUGR വരാം, പിന്നെ ക്യാവിറ്റി ഡിസ്ട്രോഷൻ അങ്ങനെ വരാം, യൂട്രസിൻ്റെ ഇലോങ്ങേഷൻ വരാം, പിന്നെ ഫൈബ്രോയിഡിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് സ്പേമിൻ്റെ എസെൻറ്റ് അത് കറക്റ്റ് ആവില്ല, അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ അതിൽ വരാം. അതുപോലെ ഫൈബ്രോയിഡ് വിൽ പ്രിവെന്റ് ദി യൂട്രൈൻ കൺട്രാക്ഷൻസ്, റിത്മിക് യൂട്രൈൻ കൺട്രാക്ഷൻസ്. റിത്മിക് ആയിട്ടുള്ള കൺട്രാക്ഷൻസ് ഒക്കെ ഈ ഫൈബ്രോയിഡ് പ്രിവെന്റ് ചെയ്യുമ്പോൾ സ്പേം എസെൻറ്റ് നടക്കില്ല. സോ ഇംപെയർഡ് സ്പേം ട്രാൻസ്പോർട്ട്. അപ്പം ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതൊക്കെ നോക്കി വേണം മെഡിസിൻ കൊടുക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അൾസറേഷൻസ് ചാൻസ് ഉണ്ട്, അതുപോലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ്, ഇതൊക്കെ അസോസിയേറ്റഡ് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ് ആയിട്ട് വരാം. ട്യൂബൽ പ്രോബ്ലംസ് വരുമ്പോൾ ബ്ലോക്ക് വരാം, സാൽപിഞ്ചൈറ്റിസ് വരാം, പെരിട്ടോണിയൽ എൻഡോമെട്രിയോസിസ് വരാം. ഇതൊക്കെ ഫൈബ്രോയിഡിനോട് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് കാണാവുന്ന പ്രശ്നങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രീ ടൈം ലേബർ, അതുപോലെ ഇംപ്ലാന്റ് ഓഫ് പ്ലാസൻഡ, അത് പ്രോപ്പർ ഇംപ്ലാന്റേഷൻ പ്ലാസൻഡയുടെ ആയിരിക്കില്ല, പ്ലാസൻഡ പ്രീവിയ, അതുപോലെ ഡെഫിഷ്യൻറ്റ് ഇംപ്ലാന്റേഷൻ ഓഫ് പ്ലാസൻഡ അങ്ങനെ വരാം. പിന്നെ ചാൻസ് കൂടുതലും റിക്കറൻ്റ് അബോഷനാണ്. ഫൈബ്രോയിഡ് വലുതായി വരുമ്പോൾ റിക്കറൻ്റ് അബോഷൻ, അതുപോലെ എൻഡോമെട്രിയം ഡെവലപ്മെൻറ്റ് പൂവറായിരിക്കും. പിന്നെ ടോഷൻ വരാം ഫൈബ്രോയിഡിന്, ടോഷൻ ഓഫ് ഫൈബ്രോയിഡ്സ് അത് കുറച്ച് റിസ്ക് ആണ്. അതുപോലെ ലേബർ ഡിസ്റ്റോഷ്യ വരാം, പോസ്റ്റ്പാർട്ടം ഹെമറേജ് വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഫൈബ്രോയിഡ് ഉള്ളപ്പോൾ നമുക്ക് പ്രഗ്നൻസിയിൽ വരാം. പിന്നെ ഇതിൻ്റെ അസോസിയേറ്റഡ് സിംറ്റംസ് പിന്നെ അതുപോലെ വേറെ പ്രധാന സിംറ്റമായിട്ട് PID, പെൽവിക് ഇൻഫെക്റ്റീവ് ഡിസീസ്. അത് ഇൻഫെക്ഷൻ, എല്ലാ ഇൻഫെക്ഷനും ചാൻസ് ഉള്ള സംഭവമാണ്. നമുക്ക് കൾഡേ സാക്കിൽ ഫ്രീ അല്ലാതെ അവിടെ ഫ്ലൂയിഡ് വരാം, പൗച്ച് ഓഫ് ഡൗഗ്ലാസിൽ ഫ്ലൂയിഡ് വരാം. നമ്മുടെ തൂജയൊക്കെ അതിന് നല്ല റെമഡി കേട്ടോ. സാൽപിഞ്ചൈറ്റിസ് വരാം, കോൺസ്റ്റിപ്പേഷൻ, സിവിയർ ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ യൂറിട്രിക് കംപ്രഷൻ കൊണ്ട് പൈലൈറ്റിസ് വരാം. ഇൻഫെക്ഷൻസ് ഒരുപാട് വരാം. പിന്നെ പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റം എന്തായാലും ഇത് ലൈഫ് ത്രട്ടനിങ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഫൈബ്രോയിഡ് വളരെയധികം സൈസാകുമ്പോൾ അനീമിയ. ശരിക്കും നമുക്ക് ഒരു കേസിൽ വേറെ ഡിസീസസ് ഒന്നും കാണുന്നില്ല, ബ്ലീഡിങ് പ്രോബ്ലം, എന്തെങ്കിലും അതർ സിംറ്റംസ് റിലേറ്റഡ് ടു പീരീഡ്സ് ആണെങ്കിൽ നമുക്ക് സ്കാൻ ചെയ്ത് ഫൈബ്രോയിഡ് നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. കാരണം
വളരെയധികം കേസുകൾ അനീമിയ ആയിട്ട് മാത്രമാണ് വരുന്നത്. കാരണം നമ്മൾ പറഞ്ഞു 50% അസിംറ്റമാറ്റിക് ആണ് ഫൈബ്രോയിഡ് കേസുകൾ. പിന്നെ മെനറേജിയ മെട്രേജിയ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും പേഷ്യൻസ് മരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അസിംറ്റമാറ്റിക് കേസുകളിൽ രക്ഷയില്ല. അതുപോലെ ചില ഫൈബ്രോയിഡ് റപ്ചറാവും, ഇൻട്രാപെരിട്ടോണിയൽ ഹെമറേജ് ഉണ്ടാക്കും. അതൊക്കെ വളരെ സീരിയസ് ആണ്. ക്യാൻ കോസ് ദെയർ ബൈ സെപ്റ്റിസീമിയ, പെരിട്ടോണൈറ്റിസ്, ഇതൊക്കെ ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരും. ഇതൊക്കെ കൂടുതലും വരുന്നത് ബിഗ് ഫൈബ്രോയിഡ്സിലാണ്. റയർലി ഇറ്റ് ക്യാൻ ഫൈബ്രോയിഡ് ഡെവലപ്പ് ഇൻ ടു സാർക്കോമാസ്. സാർക്കോമ വന്നാൽ പിന്നെ വളരെ സിംറ്റംസിനെ കുറിച്ച് പറയേണ്ട കാര്യം തന്നെയില്ല. നമ്മൾ നോക്കിയിരിക്കലേ സാർക്കോമ പേഷ്യൻറ്റിന് വയറ് വലുതായിക്കൊണ്ടിരിക്കും. അത്ര നമുക്ക് ആ വയറിന്റെ വലിപ്പം കണ്ടാൽ തന്നെ അറിയാം. പിന്നെ നമുക്ക് അതിന് ഇൻവെസ്റ്റിഗേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് PA എക്സാം ചെയ്യാം, പെർ അബ്ഡോമിനൽ എക്സാമിനേഷൻ. ഒരു 3 to 4 years, ഒരു 5 centimeter ഒക്കെ ആണെങ്കിൽ അത്ര ഒബൈസ് അല്ലാത്ത പേഷ്യൻറ്റിന് നമുക്ക് പെർ അബ്ഡോമിനൽ എക്സാമിനേഷന് തന്നെ നമുക്കത് ഫൈബ്രോയിഡിന്റെ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ USG ചെയ്യാം, TAS-ഉം TVS-ഉം ചെയ്യാം. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ കേസിലും TVS പറയുന്നുണ്ട്. കാരണം ഹൈഡ്രോയൂറിറ്റർ, അതുപോലെ സർവൈക്കൽ കനാല് ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് USG ഒട്ടും നമ്മൾ മടിക്കരുത്. ഒരു 6 months ഇന്റർവെല്ലെങ്കിലും നമ്മൾ USG മിനിമം ചെയ്തിരിക്കണം. പിന്നെ അതിൻ്റെ എന്തെങ്കിലും വാസ്കുലാരിറ്റി അതിനെക്കുറിച്ച് അറിയാനായിട്ട് കളർ ഡോപ്ലറും ചെയ്താൽ നല്ലതാണ്. പിന്നെ നമ്മൾ ബ്ലഡ് എക്സാം ചെയ്യുമ്പോൾ നമ്മൾ ബ്ലഡ് എക്സാമിനേഷനിൽ CA 125 ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ CA 125ലും അത് ഇപ്പോൾ ഈവൻ എൻഡോമെട്രിയോസിസ് വരെ ഉണ്ടെങ്കിലും CA 125 പോസിറ്റീവ് കാണിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ HE4 ചെയ്യുന്നത്, ഹ്യൂമൻ എപ്പിഡൈമിസ് പ്രോട്ടീൻ, അത് ചെയ്യാം. പിന്നെ നമുക്ക് ഫൈബ്രോയിഡിൻ്റെ ആ കണ്ടീഷൻ അറിയാൻ, അതുപോലെ UPA, യൂറോകൈനേസ് പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ, UPA. ഈ HE4 ഹ്യൂമൻ എപ്പിഡൈമിസ് പ്രോട്ടീനും ഈ UPAയും മിക്കവാറും ഇപ്പോൾ ഫൈബ്രോയിഡിന് വേണ്ടി CA 125ന് CA 125 ഇപ്പം അങ്ങനെ നോക്കാറില്ല. കാരണം സിമ്പിളായിട്ട് എല്ലാത്തിലും പോസിറ്റീവ് കാണിക്കും, ചെറുതായിട്ട് എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ കൂടെ. അപ്പം ഇത് നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം അതിൻ്റെ വാസ്കുലാരിറ്റി റിഗാർഡിങ് CAക്ക് വല്ല ചാൻസ് ഉണ്ടോ നമുക്കറിയാൻ പറ്റും. പിന്നെ നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യാം. ലാപ്രോസ്കോപ്പി ടു റൂൾ ഔട്ട് എനി പെൽവിക് പാത്തോളജി അറിയാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് MRI. ഈ MRI ചെയ്യുമ്പോൾ നമുക്ക് ഫൈബ്രോയിഡ്സ്, അഡിനോമയോമാസ്, എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ്, ഇതൊക്കെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് MRI വഴി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈവൻ ഫൈബ്രോയിഡിൽ നമുക്ക് അടുത്തത് ഹിസ്ട്രോസാൽപിൻജിയോഗ്രാഫി ചെയ്യാം. പിന്നെ DNC, വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ എന്തായാലും എല്ലാ കേസും നമ്മൾ ബയോപ്സി ചെയ്യും. ഇപ്പോൾ എല്ലാ കേസുകളും ബയോപ്സി ചെയ്യാറുണ്ട്. ഈ HSG ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ 3D USG ഉണ്ട് ഫോർ ലൊക്കേഷൻ ഓഫ് ഫൈബ്രോയിഡ്സ്. 3D USG ഉണ്ട്. അതുപോലെ ഈ സബ്മ്യൂക്കസ് പോളിപ്സും ഫൈബ്രോയിഡ്സും കൂടുതൽ അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി SIS ഉണ്ട്, സലൈൻ ഇൻഫ്യൂഷൻ സോണോഗ്രാഫി ഉണ്ട്. അതുപോലെ HSG ഉണ്ട്. HSG ഹിസ്ട്രോസാൽപിൻജിയോഗ്രാഫിയിൽ ഇപ്പം നമ്മൾ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്സ് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ബി റീസെക്റ്റഡ് അറ്റ് ദ സെയിം ടൈം. അത് റീസെക്റ്റ് ചെയ്ത് ഹിസ്ട്രോസ്കോപ്പ് വെച്ച് റീസെക്റ്റ് ചെയ്ത് അപ്പം തന്നെ അത് ബയോപ്സിക്ക് വിടാനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ വളരെയധികം നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പെട്ടെന്നാണ്. പിന്നെ നമുക്ക് DNC ചെയ്യാം. DNC ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡോമെട്രിയം പാറ്റേൺ അറിയാം. അതുവഴി നമുക്ക് എനി കോയിസ് എക്സിസ്റ്റിംഗ് പെൽവിക് പാത്തോളജി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ഹോമിയോപ്പതിക് മാനേജ്മെന്റ് നോക്കുകയാണെങ്കിൽ എൻ്റെ അനുഭവത്തിൽ
കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ്. മൈൻഡ് എടുത്തിട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ ഇത് കോമൺ ആയിട്ട് പറയുന്നത് നമുക്ക് ലാക്കേസിസ്, മെനപ്പോസൽ പീരീഡ് ഉണ്ടെങ്കിൽ ലാക്കേസിസ്, ലൈക്കോപോഡിയം, ഇപ്പോൾ ലെഫ്റ്റ് സൈഡഡ് പെയിനും അങ്ങനത്തെ ലാക്കേസിന്റെ സിംറ്റംസ് ഞാനത് പറയണമെന്നില്ലല്ലോ. അങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്സ് നമുക്ക് കൊടുക്കാം. പിന്നെ ബ്ലീഡിങ് ഫൈബ്രോയിഡ്സിൽ ഫോസ്ഫറസ് കൊടുക്കാം. പിന്നെ ഡിസ്പെരൂണിയ, എനി ഒബേസ്, അതുപോലെ യൂറിനറി ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല റെമഡിയാണ് സെപ്പിയ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച കെൽക്കേരിയ കാർബ്. നമുക്ക് കോമൺ ആയിട്ടുള്ള റെമഡീസ് എല്ലാം തന്നെ ഫൈബ്രോയിഡിൽ വളരെയധികം റിസൾട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നല്ല ചില്ലിയാണെങ്കിൽ പേഷ്യൻ്റ് ബ്ലീഡിങ് ടെൻഡൻസി, അതുപോലെ ബ്ലീഡിങ്ങിന്റെ ടൈപ്പ് നോക്കിയിട്ട് നമുക്ക് സീക്കിൽ കോർ കൊടുക്കാം. നല്ല റെഡ് ബ്ലീഡിംഗ് ആണെങ്കിൽ നമുക്ക് സാങ്കുനേറിയ കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ ബ്ലീഡിങ് ടൈമിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ മെഡിസിൻ കൊടുത്ത് ആ അക്യൂട്ട് സ്റ്റേജ് കവർ ചെയ്തതിന് ശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. എക്സാമ്പിൾ തൂജ, മെഡോറിനം, സൾഫർ, നെക്സോമിക്ക, കാലി അയഡൈഡ്, ഇതൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന മെഡിസിൻസ് ആണ്. അത് ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫോർ സിമ്പിൾ ഫൈബ്രോയിഡ്സ് നമുക്കിപ്പോൾ വളരെ ചെറിയ ഫൈബ്രോയിഡ് ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ നമ്മളിപ്പോൾ അത് ഗ്രാജുവലി നമ്മളത് മെഡിസിൻ കൊടുത്ത് അത് ഷ്രിങ്ക് ചെയ്യുന്നില്ലെന്ന് USG മാത്രം ചെയ്താൽ മതി. നമുക്ക് എപ്പിസ് കൊടുക്കാം, 30 മതി. കോണിയം മാക്, ഫൈറ്റലക്ക, ഇതൊക്കെ നമുക്ക് ചെറുത് കുറച്ച് ഒരു 3 months ഒക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് USG ചെയ്ത് റീഅസസ് ചെയ്യാം. കാൽക്കേരിയ ഫ്ലോർ, കാൽക്കേരിയ അയഡൈഡ്, ബെറൈറ്റ അയഡൈഡ്, ആ ഗ്രൂപ്പുകളൊക്കെ മെർക്കയഡ് റൂബർ, ലാപ്പിസാൽബ്, ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. കാൽക്കേരിയ കാർബ് 30 മതി, 30 സിമ്പിൾ ഫൈബ്രോയിഡ്സിന്. അതേസമയം നമ്മൾ കുറച്ച് ബ്ലീഡിങ് ഫൈബ്രോയിഡ്സിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഫോസ്ഫറസ് നല്ല റെമഡിയാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് റെമഡി ഫോർ മെട്രൈറ്റിസ്, ഇൻഫെക്ഷൻസ്. ഏർലി ബ്ലീഡിങ് ആയിരിക്കും, സ്കാൻറ്റി ആയിരിക്കും, നോട്ട് പ്രൊഫ്യൂസ്, വിത്ത് ഇടയ്ക്കിടയ്ക്ക് അമിനോറിയ ഉണ്ടാവും. ദെൻ യൂട്രൈൻ പോളിപ്സ്. ഫോസ്ഫറസ് ഇസ് എ വെരി ഗുഡ് റെമഡി ഫോർ യൂട്രൈൻ പോളിപ്സ്, ബ്ലീഡിങ് പോളിപ്സ്. ദെൻ ഇൻഡ്യൂറേഷൻസ്, ഇൻഫെക്ഷൻസ്, അതൊക്കെ ഫോസ്ഫറസ് കൊടുക്കുമ്പോൾ ഞാനൊരു ബ്ലീഡിങ് കഴിഞ്ഞ ഗ്യാപ്പിൽ ഒരു ഹയർ പൊട്ടൻസിയാണ് ഞാൻ സെലക്ട് ചെയ്യാറുള്ളത്. ഞാൻ അധികം റിപ്പീറ്റ് ചെയ്യാറില്ല. പിന്നെ ഫോസ്ഫറസിന്റെ മൈൻഡ് ക്രേവിങ്, കോൾഡ് തിങ്സ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. പിന്നെ നമുക്ക് കണ്ണടച്ച് കൊടുക്കാവുന്ന റെമഡികളാണ് ഓറം അയോഡാറ്റം. ഓറം അയോഡാറ്റം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 3-4 കേസിൽ ഓറം അയോഡാറ്റം വളരെയധികം റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ഈ മയോമെക്ടമി കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി മയോമെക്ടമി കഴിഞ്ഞ കേസുകളിൽ. അതിലിങ്ങനെ മയോമെക്ടമി കഴിഞ്ഞാലും പിന്നീടും മയോമാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ ഓവേറിയൻ സിസ്റ്റും ഇടയ്ക്കിടയ്ക്ക്. ചിലപ്പോൾ അത് ഫങ്ഷണൽ സിസ്റ്റ് ആയിരിക്കാം. കുറച്ച് നാൾ നിന്ന് ഒരു ആഫ്റ്റർ 3 weeks ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അതിൻ്റെ ടൈം കഴിയുമ്പോൾ ആ സിസ്റ്റ് ഡിസപ്പിയർ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും സിസ്റ്റ് അപ്പിയർ ചെയ്യും. അതാണ് ഫങ്ഷണൽ സിസ്റ്റ്. അങ്ങനെയുള്ള കേസിൽ ഈ ഓറം അയോഡാറ്റം ഒരു 2 times ഒക്കെ മയോമെക്ടമി കഴിഞ്ഞ കേസിൽ നമുക്ക് ഓറം അയോഡ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഹയർ പൊട്ടൻസി കൊടുത്തിട്ടുണ്ട്. 3x കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3 to 6 months ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഓറമ്യൂർ നാട്രോനാറ്റം, അതും നല്ല റെമഡിയാണ്. അൾസറേഷൻ, ദെൻ പ്രൊലാപ്സ് ഡ്യൂ ടു ഇൻഫെക്ഷൻസ് ആണ് ഈ ഓറം ഗ്രൂപ്പ് സൂപ്പർവീൻ ചെയ്യുന്നത്. അത് ക്രോണിക് മെട്രൈറ്റിസ്. അതുപോലെ ഇതിൻ്റെ കൂടെ തന്നെ വലിയ ഓവേറിയൻ സിസ്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഓവേറിയൻ ഡ്രോപ്സിസ്, ഇഡിമ, അതും വരുന്ന കേസിൽ നമുക്ക് ഓറമ്യൂർനാറ്റ് കൊടുക്കാം. ഈ ഓറമ്യൂർനാറ്റം 1 കൊടുത്തിട്ട് ഒരു ആഫ്റ്റർ 1 week
3x റിപ്പീറ്റ് ചെയ്ത കേസിലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചില കോമൺ റെമഡീസ്, നെക്സോമിക്ക വെരി ഗുഡ് റെമഡി. നെക്സോമിക്കയുടെ മൈൻഡ്, ഫൈബ്രോയിഡ് കൊണ്ടുള്ള കോൺസ്റ്റിപ്പേഷൻ, നമുക്കറിയാം ടു ഏർലി ടു ലോങ് ലാസ്റ്റിംഗ് ആണ് പീരീഡ്സ് വരിക. അതുപോലെ ബ്ലാക്കിഷ് ഇടയ്ക്കിടയ്ക്ക് ഫെയിൻറ്റിങ് സ്പെൽസ് വരാം. പിന്നെ നമുക്ക് അറിയാം നെക്സോമിക്കയുടെ മൈൻഡ് സിംറ്റംസ്, ദെൻ ഡിസ്മെനോറിയ, മെട്രേജിയ, അങ്ങനെയുള്ള കേസിൽ നമുക്ക് നെക്സ് നല്ല റെമഡിയാണ്. ഈവൻ ബ്ലീഡിങ് ടൈമിലും നെക്സും ഹയർ പൊട്ടൻസി ഞാൻ കൊടുക്കാറുണ്ട്. ബ്ലീഡിങ് കൺട്രോൾ ആവാൻ നല്ലവണ്ണം കുറയാറുണ്ട്. ഈ CKL കോർ അതേസമയം ഇറഗുലർ, CKL കോർ ഒരു കോമൺ റെമഡിയാണ്. എപ്പോഴും ഇറഗുലർ പീരീഡ്സ് ആയിരിക്കും. നമ്മൾ ഈ ഇറഗുലർ ഓവുലേഷൻ വരുമ്പോൾ കണ്ടിന്യൂസ് ഊസിങ് ഓഫ് വാട്ടറി ബ്ലഡ് അപ് ടു നെക്സ്റ്റ് പീരിയഡ്. പേഷ്യൻ്റ് പറയും ഇതൊഴിഞ്ഞ് നേരമില്ല, സ്പോട്ടിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, അസോസിയേറ്റ് വിത്ത് ബ്രൗൺ ല്യൂക്കോറിയ. നല്ല റെമഡിയാണ് CKL കോർ. നമുക്ക് മൈൻഡ് നോക്കി CKL കോർ നല്ല ചില്ലി പേഷ്യൻ്റ് ആയിരിക്കും. നമുക്ക് സെപ്പിയ കൊടുക്കാം. സെപ്പിയയ്ക്ക് എനിക്ക് കൂടുതലും റിസൾട്ട് കിട്ടിയിട്ടുള്ളത് പ്രൊലാപ്സ് യൂട്രസ്, ദെൻ ഇന്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, ഒരു എവറി ഫോർട്ട്നൈറ്റ്ലി ബ്ലീഡിങ്, അതിൽ ക്യാരക്ടറിസ്റ്റിക് പെയിൻ, അതായത് ഫ്രം യൂട്രസ് ടു അംബലിക്കസ്, പെയിൻ ട്രാവൽസ് ഫ്രം യൂട്രസ് ടു അംബലിക്കസ്. പിന്നെ സെൻസേഷൻ ഓഫ് എ ബോൾ എലോങ് വിത്ത് ഫെയിൻറ്റിങ്, പിന്നെ സെപ്പിയയുടെ മൈൻഡ് സിംറ്റംസ്, ഇത് വെച്ച് നമുക്ക് സെപ്പിയ കൊടുക്കാം. സെപ്പിയ എപ്പോഴും ഞാനൊരു ഇന്റർമിറ്റൻ്റ് ആയിട്ട് ഹയർ പൊട്ടൻസിയാണ് യൂസ് ചെയ്യാറുള്ളത്. ബ്ലീഡിങ് ടൈമിൽ ഞാൻ സെപ്പിയ വളരെ അപൂർവമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഫൈബ്രോയിഡ്സ് നമ്മൾ പറഞ്ഞത് നോർമൽ ബ്ലീഡിംഗ് ഉള്ള കേസുകളാണ് പറഞ്ഞത്. നമുക്ക് പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഉള്ളതെന്ന് നോക്കാം. സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ്, ക്രിയോസോട്ട് ബേണിങ്, ഈ ബ്ലഡ് പോകുമ്പോൾ തന്നെ പേഷ്യന്റ് പറയും നല്ല ബേണിങ് പോലെ, വിത്ത് എക്സ്കോറിയേറ്റിംഗ് ഒഫെൻസീവ് ഡിസ്ചാർജസ്. നമുക്കറിയാം ക്രിയോസോട്ട് എല്ലാം ഒഫെൻസീവ് ഡിസ്ചാർജസ് ആണ്. പിന്നെ എലോങ് വിത്ത് ഇന്റർമിറ്റൻ്റ് ആയിട്ട് യെല്ലോ ഡിസ്ചാർജസും, ല്യൂക്കോറിയ, യെല്ലോ ആൻഡ് ആക്രിഡ്. അതുപോലെ തന്നെ മെൻസസും ഇന്റർമിറ്റന്റ് ഫ്ലോ ആണ്. ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത്, പീരീഡ് കിടന്നു കഴിഞ്ഞാൽ കൂടുതലാവും. അതായത് സീസസ് ഓൺ സിറ്റിംഗ്, ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ റീഅപ്പിയേഴ്സ് വെൻ ലൈയിങ് ഡൗൺ. ഈവൻ ഒരു CAയിലേക്ക് പോവാൻ ചാൻസ് ഉള്ള കേസിലും ക്രിയോസോട്ട് നല്ലൊരു മെഡിസിൻ ആണ്, അത് പ്രിവെന്റ് ചെയ്യാനൊക്കെ ആയിട്ട്. പിന്നെ ഹെമാമലിസ് നമുക്കറിയാം സിമ്പിളായിട്ട് പെയിൻലെസ് ബ്ലീഡിങ് ആയിരിക്കും. ദെൻ അസോസിയേറ്റ് വിത്ത് സംടൈംസ് വിത്ത് ബാക്ക് ഏക്ക്, പിന്നെ നല്ല റെഡിഷ് ബ്ലീഡിങ് ആയിരിക്കും, ഫ്ലോ കൂടുതലായിരിക്കും. ദെൻ ഓവറി ഒക്കെ സ്വെൽഡപ്പ് ആയിട്ടുണ്ടാവും, ല്യൂക്കോറിയ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹെമാമലിസ് കൊടുക്കാം. ഹെമാമലിസ് ടിഞ്ചറും 1 ഒക്കെ ഉപയോഗിക്കാം. സബൈന ബ്ലീഡിങ് ബ്രൈറ്റ് ആയിരിക്കും, വിത്ത് ക്യാരക്ടറിസ്റ്റിക് പെയിൻ എക്സ്റ്റെൻഡ് ടു തൈസ്. പിന്നെ നമുക്കറിയാം ഹിസ്റ്ററി ഓഫ് അബോർഷൻസ്, റിക്കറന്റ് അബോർഷൻസ്. ഈ ഹിസ്റ്ററി ഓഫ് റിക്കറന്റ് അബോർഷൻസ് വെച്ചിട്ട് ബ്ലീഡിങ്ങിന് മെഡിസിൻ കൊടുത്ത് അങ്ങനെ ഇൻഫെർട്ടിലിറ്റി, നമുക്ക് ഫെർട്ടൈലായ കേസുകളും ഒരുപാടുണ്ട്. ഷൂട്ടിംഗ് പെയിൻസ്. പിന്നെ എപ്പോഴും സബൈനയ്ക്ക് പെയിൻ എല്ലാം ബിലോ അപ്വേർഡ്സ് ആയിരിക്കും. ഹയർ പൊട്ടൻസി തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടോ. നമുക്ക് പെട്ടെന്ന് റിലീഫ് കിട്ടാൻ നമുക്ക് ടിഞ്ചേഴ്സ്, മെയിനായിട്ട് ട്രില്ലിയം എപ്പോഴും ക്ലോട്ട്സ് ആയിരിക്കും, ഫ്രം സ്ലൈറ്റ് മൂവ്മെന്റ് ഫ്ലോ വളരെ കൂടുതലായിരിക്കും. പിന്നെ നല്ല ബാക്ക് ഏക്ക് ഉണ്ടാവും, അസോസിയേറ്റ് വിത്ത് ബാക്ക് ഏക്ക്, റിലീവ്ഡ് ബൈ നമ്മുടെ കൊളോസിന്ത് പോലെ ടൈറ്റ് ബാൻഡേജസ്. ട്രില്ലിയം
ചില കേസിലൊക്കെ സിവിയർ ബ്ലീഡിംഗ് ആയിട്ടുള്ള കേസിൽ ഒരു 30 to 50 ഡ്രോപ്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. വാട്ടർ ഡോസ് ആയിട്ട് കൊടുക്കാറുണ്ട്. ദെൻ മിലിഫോളിയം ലീസ്റ്റ് മൂവ്മെന്റ് ബ്ലീഡിങ് കൂടുതലായിരിക്കും, ബ്രൈറ്റ് റെഡ് ബ്ലഡ് ആയിരിക്കും, പീരീഡ്സ് എപ്പോഴും ഏർലി ആയിരിക്കും, ഏർലി ഒരു 18 days 15 days ഒക്കെ ആകുമ്പോൾ പീരീഡ്സ് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അവർ നെക്സ്റ്റ് റെമഡി ഇപ്പിക്കാക്, ദെൻ തലാസ്പി ബേഴ്സ. തലാസ്പിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ക്രാംസ് ആയിരിക്കും, ക്രാംസ്. അതുപോലെ ക്ലോട്ട്സിന്റെ കൂടെ ടു ഫ്രീക്വന്റ് ആൻഡ് കോപ്പിയസ് പീരീഡ്സ് ആയിരിക്കും, ക്ലോട്ട്സ് ആയിരിക്കും. പിന്നെ ഈ പേഷ്യൻറ്റിന് ഒരു ക്രേവിങ് ഉണ്ട്, അതായത് പീരീഡ്സ് ആവുമ്പോൾ ക്രേവിങ് ഫോർ ബട്ടർ മിൽക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ബ്ലീഡിങ് നല്ല പ്രൊഫ്യൂസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് നമുക്ക് പ്രൊഫ്യൂസ് ബ്ലീഡിങ്ങിന് കൊടുത്താൽ അത് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി, ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡിയിലേക്ക് പോയാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇഫ് ദ ബ്ലീഡിങ് ഈസ് അസോസിയേറ്റ് വിത്ത് എനി യൂറിനറി സിംറ്റംസ്, UTI, സിസ്റ്റൈറ്റിസ് എറ്റ്സെട്ര, നമുക്ക് നമ്മുടെ മെഡിസിൻസ് ഉവാവുർഷി ഓൾസോ നൈസ് റെമഡി. ബ്ലീഡിങ് ഓൾവേസ് അസോസിയേറ്റ് വിത്ത് സിസ്റ്റൈറ്റിസ്. അതുപോലെ തന്നെ എറിഗറോണും നല്ല റെമഡിയാണ്. എറിഗറോൺ ബ്ലീഡിങ് അസോസിയേറ്റ് വിത്ത് സിസ്റ്റൈറ്റിസ്. ദെൻ എപ്പിജിയറിപ്പൻസ്, ഹെഡേക്ക് അസോസിയേറ്റ് വിത്ത് ബ്ലീഡിങ്, എപ്പിജിയ നമ്മുടെ ലാക്കേസിസ് പോലെ നമുക്ക് കൊടുക്കാവുന്ന റെമഡിയാണ്. ഇനി ഫൈബ്രോയിഡ്സിന്റെ വേറൊരു ഇത് പറയുകയാണെങ്കിൽ, നോർമൽ ഫൈബ്രോയിഡ്സ് പറഞ്ഞു, ഹെവി ബ്ലീഡിങ് പറഞ്ഞു. ഇനി ഫൈബ്രോയിഡ്സ് വിത്ത് അൾസറേഷൻസ് ആൻഡ് അഡീഷൻസ്, അത് പറയുമ്പോഴേക്കും നമ്മുടെ ടൈമും ആവും. അതിൽ നമുക്ക് ഫസ്റ്റ് റെമഡി വരുന്നത് എപ്പിസ്, അൾസറേഷൻസ് ആൻഡ് അഡീഷൻസ്. ആ എപ്പിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ബേണിംഗ്, സ്റ്റിങ്ങിങ് പെയിൻസ്, ദെൻ അഗ്രവേഷൻ ഹീറ്റ് അമുലറേറ്റഡ് ബൈ കോൾഡ് ബാത്തിങ്, ഹിസ്റ്ററി ഓഫ് PMOS, then ovaritis, dysmenorrhea, metrorrhagia. അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്ന അടുത്ത റെമഡിയും കൂടെയാണ് നമ്മുടെ പലേഡിയം ഓവറിൻ അഡീഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഇറ്റ്സ് എ വെരി ഗുഡ് റെമഡി ഫോർ റീട്രോവേർട്ടഡ് യൂട്രസ്, ദെൻ ഫൈബ്രോയിഡ്സ് വിത്ത് ഇൻഫെക്ഷൻസ്. മിക്കവാറും ഓവറൈറ്റിസ്, ഓവറിൻ അഡീഷൻ വരുമ്പോൾ ചാൻസസ് ഓഫ് പെൽവിക് പെരിട്ടോണൈറ്റിസ് ഈസ് ദർ. അത് പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോഡോഫൈലം പോലെ റിലീവ്ഡ് ബൈ റബ്ബിങ് ദി അഫക്റ്റഡ് പാർട്സ്. പതുക്കെ ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേഷ്യൻറ്റിന് റിലീഫ് കിട്ടും. അത് രണ്ടും റൈറ്റ് സൈഡ് റെമഡിയാണ്. ഈ ഓവേറിയൻ സിസ്റ്റിനും പലേഡിയം നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. പലേഡിയം 30 മുതൽ പലേഡിയം 1M വരെ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ദെൻ തൂജ, ഇറ്റ്സ് എ ഗ്രാൻഡ് റെമഡി. നമുക്ക് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഫൈബ്രോയിഡിൽ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മെയിനായിട്ട് തൂജ നമുക്ക് വരും. അതിൻ്റെ സിംറ്റംസ് നോക്കി ചില്ലി ആയിരിക്കും, മൈൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഫിക്സഡ് ഐഡിയാസ്, ഹറീഡ്, പിന്നെ എല്ലാ സൈക്കോട്ടിക് ഫീച്ചേഴ്സും ഉണ്ടാവും. പോളിപ്സ്, ഓവേറിയൻ സിസ്റ്റ്, ഡ്രോപ്സി, ദെൻ കോൺസ്റ്റിപ്പേഷൻ, പോളിപ്സ്, അതുപോലെ തന്നെ ഓവേറിയൻ പെയിൻസ് അസോസിയേറ്റ് വിത്ത് ഗ്രീൻ ല്യൂക്കോറിയ. തൂജയുടെ പ്രത്യേകത ഗ്രീൻ ല്യൂക്കോറിയാണ്. പിന്നെ എന്തായാലും കോൺസ്റ്റിപ്പേഷൻ കാണുമ്പോൾ നമ്മൾ തൂജ ഒന്ന് നോട്ട് ചെയ്യും. നമ്മുടെ കൊണിയം മാക് അസോസിയേറ്റ് വിത്ത് ഓൾവേസ്, അതിലെ 3 മാർക്ക് മൈൻഡ് സിംറ്റംസ് ആണ്. മെന്റൽ ഡിപ്രഷൻ, then aversion to society, dysmenorrhea, then എല്ലാം നമുക്കറിയാം ഡ്യൂറിങ് പീരിയഡ്സ് ഹാർഡ് സ്റ്റോണി മാമേ, then sometimes for amenorrhea or ചില കേസിൽ അമിനോറിയം അല്ലെങ്കിൽ ചില കേസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡിലേഡ് പീരിയഡ്സ്. ഫൈബ്രോയിഡ്സിൽ
ഫൈബ്രോയിഡ്സ് മേ ബി ലാർജ് പിന്നെ മെട്രേജിയ സിംറ്റംസ് ഉണ്ടെങ്കിലും കോണിയമ്മേക്ക് നല്ലതാണ്. ഈ കോണിയമ്മേക്ക് ഞാനൊരു കേസിൽ ഒരു 5 ഡോസസ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് ഒരു ആഫ്റ്റർ 1.5 months സ്കാൻ ചെയ്തപ്പോൾ ഫൈബ്രോയിഡ് അവിടെ ഇല്ല. ടിപ്പിക്കൽ കോണിയമ്മേക്കായിരുന്നു കേസ്, മൈൻഡ് നോക്കി ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഒരു മെയിൻ റെമഡി ഹൈഡ്രാസ്റ്റിസ് എപ്പോഴും നമ്മൾ സി എ സംശയിക്കുന്ന കേസിൽ, അതുപോലെ സി എക്ക് ചാൻസ് ഉള്ള കേസിൽ, ഫാമിലി ഹിസ്റ്ററി സി എ ഉണ്ടെങ്കിൽ നമ്മൾ ഹൈഡ്രാസ്റ്റിസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ നല്ലതാണ്. ഇറോഷൻ, ഹിസ്റ്ററി ഓഫ് സർവീസൈറ്റിസ്, ഈ സർവീസൈറ്റിസ് ഹിസ്റ്ററി ഉള്ള കേസ് എന്തായാലും സി എക്ക് ചാൻസ് ഉണ്ടാവും. എക്സ്കോറിയേഷൻ ഓഫ് സർവിക്സ്, ആക്രിറ്റ് കൊറോഡിംഗ് ല്യൂക്കോറിയ, ദെൻ മെനറേജിയ, മെട്രൈറ്റിസ്, എല്ലാ ഐറ്റിസും ഉണ്ടാവും. റൂമാറ്റിക് നീസ് വിത്ത് എഫ്യൂഷൻ. ഈ ഫൈബ്രോയിഡിൽ പല കേസും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അതായത് നീ പെയിൻ പറയും പേഷ്യൻ്റ്, അപ്പം നമ്മൾ എക്സ്റേ ഒക്കെ എടുത്തിട്ട് നീക്കൊക്കെ മെഡിസിൻ കൊടുക്കും. പക്ഷേ എക്സ്റേ എടുക്കുക, ഓസ്റ്റിയോപൊറോസിസോ OAയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക. അങ്ങനെയുള്ള കേസിൽ ഒരു USGയും കൂടെ ചെയ്യുക. ഈ ഫൈബ്രോയിഡ് കൊണ്ട് ഒരുപാട് റുമാറ്റിക് സിംറ്റംസ് വരാം, എഫ്യൂഷൻ വരാം. എന്നെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചറിന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴാണ് ഓർക്കുന്നത്, അത് അന്ന് ഞാൻ ഡോക്ടർ ആയിരുന്നെങ്കിൽ ഹൈഡ്രാസിസ് കൊടുക്കാമായിരുന്നു എന്ന്. വളരെ ലേറ്റ് ആയിട്ടാണ് മനസ്സിലായത് നീ എഫ്യൂഷൻ ഈ ഫൈബ്രോയിഡിന്റെ ആയിരുന്നു എന്നുള്ളത്. പിന്നെ നമ്മുടെ അടുത്ത റെമഡി യുസ്റ്റുലാഗോ, ഓവേറിയൻ പെയിൻസ്, മെനറേജിയ, ഫൈബ്രോയിഡ്, ദെൻ ബ്ലാക്ക് ക്ലോട്ടഡ് ബ്ലഡ്. ഈ യുസ്റ്റുലാഗോന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ക്ലോട്ടഡ് ബ്ലഡ് ഫോമിങ് ലോങ് സ്ട്രിങ്സ്, ഇങ്ങനെ നൂല് പോലെ ലോങ് സ്ട്രിങ് ആയിട്ട് ബ്ലഡ് വരും. അസോസിയേറ്റ് വിത്ത് ലോ ബാക്ക് ഏക്ക്, ഹൈപ്പർട്രോഫി യൂട്രസ് ആൻഡ് സർവിസൈറ്റിസ്. ഇൻഫെക്ഷന് ബെസ്റ്റ് റെമഡിയാണ് യുസ്റ്റുലാഗോ. ദെൻ ഇനി ഒത്തിരി പ്രശ്നം ഉണ്ടോ ഡോക്ടർ? 23 ഇല്ല കഴിയാറായി. 24 ഒരു 2 മെഡിസിനും കൂടെ ഉള്ളൂ ഡോക്ടർ. ഓക്കെ, അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദെൻ അവർ കാലികാർബ്. നമുക്കറിയാം കാലികാർബ് ഇറ്റ്സ് എ വെരി ഗുഡ് റെമഡി ഫോർ ബാക്ക് ഏക്ക് അസോസിയേറ്റ് വിത്ത് ദിസ് ഫൈബ്രോയിഡ്സ്. ദെൻ ഓൾവേസ് റിലീവ്ഡ് ബൈ സിറ്റിംഗ്. അങ്ങനെ നമുക്ക് ആ സിംറ്റം വരുമ്പോൾ നമുക്ക് കാലികാർബ് കൊടുക്കാം. യൂട്രൈൻ ഹെമറേജ് വിത്ത് കോൺസ്റ്റന്റ് ഊസിങ് ഓഫ് ബ്ലഡ് ആണെങ്കിലും കാലികാർബ് നല്ല റെമഡിയാണ്. ദെൻ അവർ ലാസ്റ്റ് റെമഡി ഈസ് എറിഗറോൺ. ഞാൻ നേരത്തെ പറഞ്ഞു എറിഗറോൺ അസോസിയേറ്റ് വിത്ത് ഉവാവുർച്ചി പോലെ വെസൈക്കൽ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എറിഗറോൺ കൊടുക്കാം. ബ്ലഡി ഡിസ്ചാർജ് ഡ്യൂറിങ് പീരിയഡ്സ്. പിന്നെ ഇതിലൊരു പ്രത്യേക സിംറ്റം നോസ് ബ്ലീഡ് ഇൻസ്റ്റെഡ് ഓഫ് മെൻസസ്. ഇത്രയും മെഡിസിൻസ് ആണ് ഞാൻ കോമൺ ആയിട്ട് ഈ ഫൈബ്രോയിഡ്സിന് ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ സമയം ഏകദേശം കഴിയാറായി, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇത്ര മെഡിസിൻസ് തന്നെ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ ഡോക്ടറെ, എന്തായാലും ഹയർ പൊട്ടൻസി എന്താണ് പറയാനുള്ളത്? അതാണ് ഹയർ പൊട്ടൻസി ഞാൻ ഉപയോഗിക്കാറുള്ളത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഹയർ പൊട്ടൻസി ആയിട്ട് ഞാൻ അതിന്റെ ഇന്റർവെല്ലിലാണ് ഉപയോഗിക്കാറുള്ളത്. നമ്മൾ അക്യൂട്ട് ആയിട്ടുള്ള ബ്ലീഡിങ്ങോ അതിന്റെ സിംറ്റംസോ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഫൈബ്രോയിഡ്സ് പെട്ടെന്ന് തന്നെ ഒരു 5 to 6 സെന്റിമീറ്റേഴ്സ് ഒക്കെ നമുക്ക് എന്തായാലും മിക്കവാറും കേസ് നമുക്ക് അത് റിസോൾവ് ചെയ്ത് പോകും. അതിൽ കൂടുതലുള്ള കേസ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മാനേജ് ചെയ്യണം. സർജിക്കൽ കേസ് സർജറി തന്നെ നമ്മൾ ഓപ്ഷൻ. ഇപ്പോൾ വെസൈക്കൽ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ
നമ്മൾ സർജറിക്ക് റെഫർ ചെയ്യേണ്ടി വരും. 5 to ഇതൊക്കെയാണ് 6 എൻ്റെ ആണ്. അനുഭവങ്ങൾ. 5 to ഓ 6 ആണ് മാക്സിമം ഡോക്ടർ 5 to 6 ട്രീറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഒരുമാതിരിയൊക്കെ നമുക്ക് പേഷ്യന്റ് ഓക്കെ ആണെങ്കിലും പേഷ്യന്റ് മെഡിസിൻ നല്ല രീതിക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നമുക്ക് മിക്കവാറും അത് കുറയും. പിന്നെ എപ്പോഴും ഫാമിലി ഹിസ്റ്ററി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇതിൽ. ഇത്രയൊക്കെയാണ് ഡോക്ടർ. എൻ്റെ അനുഭവങ്ങൾ. വളരെ സന്തോഷം. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഗർഭാശയ മുഴകളെ കുറിച്ചും അവയുടെ മാനേജ്മെന്റിനെ കുറിച്ചും ഹോമിയോപ്പതി മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ വളരെ നല്ല രീതിയിൽ ഡോക്ടർ വിശദീകരിച്ചു. നമുക്കിനി ഈ ചർച്ചയ്ക്ക് വളരെ സമയമില്ല. ആർക്കും സംശയങ്ങൾ ചോദിക്കാനെന്നുള്ള സമയം വളരെ കുറവാണ്. എങ്കിലും എമർജൻസി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ആദ്യം ഹാൻഡ് റൈസ് ചെയ്യുന്ന ഒരാൾക്കോ രണ്ടുപേർക്കോ ചോദിക്കും. ഒരാൾക്ക് ചോദിക്കാനുള്ള സമയമുള്ളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? പെട്ടെന്ന് ഡോക്ടറോട് ചോദിക്കത്തക്കവണ്ണം. ആരും ഹാൻഡ് റൈസ് ചെയ്യും? ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്യാൻ എന്തെങ്കിലും സംശയം ചോദിക്കാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ആർക്കും സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്ന ഭാഗത്തിലേക്ക് കടക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അല്ലെങ്കിൽ ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വേണമെങ്കിലും പറയാം. ആർക്കും ഒന്നും പറയാനില്ല. അങ്ങനെയാണെങ്കിൽ ഗീത എം ജി മാഡം ഉണ്ടല്ലോ. മാഡം ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? 2 വാക്ക് സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. മാഡം സംസാരിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു ഡോക്ടർ. യൂട്രൈൻ ഫൈബ്രോയിഡ്സിൻ്റെ കോസസും അതിൻ്റെ മാനിഫെസ്റ്റേഷൻസും ട്രീറ്റ്മെൻറ്റും എല്ലാം വളരെ വിശദമായി തന്നെ വിശദീകരിച്ചു. ഡോക്ടർ പറയുന്ന പോലെ ഫൈബ്രോയിഡിൻ്റെ സൈസിനല്ല പ്രാധാന്യം, അതെവിടെയാണോ അതിനനുസരിച്ചാണ് സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. നമ്മളതുകൊണ്ട് അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നാണ്. അത് വളരെ ശരിയാണ്. നമ്മുടെ പ്രാക്ടീസിൽ നോക്കിയാലും സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞു. അത് ഫോസ്ഫറസ് അതിന് വളരെയധികം ഇഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡിന്. അതാ സിംറ്റംസ് കൂടുതൽ വരുന്നതിനാണ് ഇമ്പോർട്ടൻസ്, ഫൈബ്രോയിഡിൻ്റെ സൈസിനല്ല. പിന്നെ എനിക്ക് കൂടുതൽ പ്രയോജനം കിട്ടിയിട്ടുള്ള വേറൊരു റെമഡിയാണ് വിങ്ക മൈനർ. അത് ക്ലൈമാട്രിക് മെനോപോസിനോട് അടുത്തുള്ള ഫൈബ്രോയിഡിന് കൂടുതലൊരു ഫലം കണ്ടതായി തോന്നിയിട്ടുണ്ട് ഈ പറയുന്ന മെഡിസിൻസ് കൂടാതെ. പിന്നെ ഫോസ്ഫറസ്, തൂജ, ഈ പറയുന്ന മെഡിസിൻ എല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. എന്താ ടിഞ്ചറാണോ മാഡം ഉദ്ദേശിച്ചത്? ടിഞ്ചറാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. പിന്നെ യൂട്രൈൻ ക്യാവിറ്റിക്ക് പുറത്തോട്ട് വളരുന്ന ഫൈബ്രോയിഡ്സ് ആണ് അഡ്ജസന്റ് ഓർഗൻസിൽ പ്രഷർ ഉണ്ടാക്കി ആ സിംറ്റംസ് ഉണ്ടാക്കുന്നത്. അത് എസ്പെഷ്യലി ബ്ലാഡറിലൊക്കെ പ്രസ് ചെയ്യുമ്പോൾ മൂത്ര തടസ്സം, ഫ്രീക്വൻസി ഓഫ് മിക്ചുറേഷൻ കൂടുന്നു, സ്കാൻഡി യൂറിനേഷൻ, ഇൻഎഫക്ച്വൽ അർജിങ് ഫോർ യൂറിൻ, അത് സാധാരണ കാണാറുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി പുതിയ മെഡിസിൻസും കിട്ടി ഫൈബ്രോയിഡിന് യൂസ് ചെയ്യാനായിട്ട്. വളരെ ഓക്കെ മാഡം, വളരെ സന്തോഷം. മാഡത്തിനെ കുറച്ച് കുറച്ച് ദിവസം കണ്ടില്ലായിരുന്നല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കണ്ടപ്പോ വിളിച്ചത്. വളരെ സന്തോഷം. ഓക്കെ. ഞാൻ അടുത്തത് ജയലളിത ഡോക്ടർ ഉണ്ടല്ലോ. ജയലളിത ഡോക്ടർ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായവും അതുപോലെ ഒപ്പം ഡോക്ടർ സുജാതയ്ക്കുള്ള നന്ദിയും രേഖപ്പെടുത്താൻ വേണ്ടി ഡോക്ടർ ജയലളിതയെ ക്ഷണിക്കുന്നു. ജയലളിത ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ? ജയലളിത ഡോക്ടറെ. ഡോക്ടറെ, ഞാൻ ലേറ്റ് ആയിട്ടാണ് കേറിയത്. ആണോ? പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എന്തായാലും സുജാത ഡോക്ടറിന്റെ ക്ലാസ് ഒത്തിരി ഇഷ്ടമാണ്. നല്ല സെഷൻ ആയിരുന്നു. കേട്ടിടത്തോളം നന്നായിരുന്നു. ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഓക്കെ. അപ്പൊ ഒന്ന് തുടക്കം മുതലേ കേട്ട് നമുക്ക് മറിയാമ്മ ഡോക്ടറെ തന്നെ ക്ഷണിക്കാം. മറിയാമ്മ ഡോക്ടറെ. സുജാത ഡോക്ടറുടെ ക്ലാസ്സിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത്രയും നല്ല ക്ലാസ്, പ്രത്യേകിച്ചും ഫൈബ്രോയിഡിന്റെ എത്രയോ ക്ലാസ്സുകൾ കേട്ടെങ്കിലും
ഇത്രയും നല്ല രീതിയിൽ നല്ല വിശദമായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നു. അതുപോലെ തന്നെ മെഡിസിൻസും പറഞ്ഞു തന്നു. സംശയങ്ങളൊക്കെ ഇല്ലാഞ്ഞിട്ടല്ല, സമയക്കുറവ് കൊണ്ടും ഉണ്ടാതിരുന്നതാണ്. എന്തായാലും ഇതുപോലുള്ള ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകളുമായിട്ട് എത്രയും വേഗം വരണമെന്ന് ഒരിക്കൽ കൂടി ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇത്രയും നല്ലൊരു ക്ലാസ് ഫൈബ്രോയിഡിനെ കുറിച്ച് ഞങ്ങൾക്ക് തന്ന സുജാത ഡോക്ടർക്ക് 1000 നന്ദി അറിയിക്കുകയാണ്. എന്നാൽ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മോഡറേറ്റർ ഷൈല ഡോക്ടർക്കും നന്ദി അറിയിക്കുന്നു. ഓക്കെ, നന്ദി മറിയാമ്മ ഡോക്ടറെ. അപ്പോൾ നല്ല കമന്റുകളാണ് കിട്ടിയത്. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മലയാളം സെഷൻ അവസാനിപ്പിക്കുവാൻ സമയമായി. നാളെ ഇതേ സമയം കാണുമ്പോഴേക്കും എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമസ്കാരം.